പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NOSൻ്റെ +2 ഹ്യൂമാനിറ്റീസിൻ്റെ ഹിസ്റ്ററിയുടെ ഓപ്ഷണൽ മൊഡ്യൂളിലെ 32 ഓപ്ഷണൽ മൊഡ്യൂൾ 1ലെ 32 കൊളോണിയൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന അധ്യായമാണ് അവതരിപ്പിക്കുന്നത്. ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം പാഠഭാഗത്തിന്റെ 60% മാത്രം പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% ഒഴിവാക്കിയിട്ടുണ്ട്. അസൈൻമെന്റ് ചാപ്റ്ററാണ്. ആ 60%ത്തിൽപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാന ഭാഗങ്ങളാണ് ഓപ്ഷണൽ മൊഡ്യൂൾ 1ഉം ഓപ്ഷണൽ മൊഡ്യൂൾ 2. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഈ ഓപ്ഷണൽ മൊഡ്യൂളിൽ നിന്ന് വരുന്നില്ല. 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ഓപ്ഷണൽ മൊഡ്യൂൾ 1, അതായത് ഇങ്ങനെ A വരുന്ന ചാപ്റ്ററുകൾ പഠിക്കുക, അല്ലെങ്കിൽ ഓപ്ഷണൽ മൊഡ്യൂൾ 2 B വരുന്ന ചാപ്റ്ററുകൾ നമ്മൾ ഏതെങ്കിലും ഒന്ന് നോക്കിയാൽ മതി, ടെക്സ്റ്റ് ബുക്കിന്റെ അല്ലെങ്കിൽ ഗൈഡിന്റെ അവസാന ഭാഗത്ത് നിന്ന്. ഓക്കെ, ചെറിയ ചെറിയ ചാപ്റ്റർ ആണ്, അതുകൊണ്ട് ചെറിയ വീഡിയോകളായിട്ടാണ് നമ്മളത് അവതരിപ്പിക്കുന്നത്. വെറും 4 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. നമ്മുടെ ഗൈഡിലും അതേ രീതിയിലാണ്. മലയാളം മീഡിയക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. എല്ലാ വിഷയത്തിന്റെയും മലയാളത്തിലുള്ള ഗൈഡുകൾ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ആൻസർ നിങ്ങൾക്ക് മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് വാസ് ദ ഐഡിയോളജി ആൻഡ് ഐഡിയോലോഗ് ഓഫ് കൊളോണിയലിസം? കോളനിവൽക്കരണത്തിന്റെ പ്രത്യയശാസ്ത്രം എന്തായിരുന്നു? ഹേൽബറിയിലെ സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസറായ മാൽത്തൂസ് കമ്പനി ഓഫീസേഴ്സിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളിൽ യൂട്ടിലിറ്റേറിയൻ ചിന്താഗതിയെ പിന്താങ്ങി. ബെൽദാമ് ഇന്ത്യൻ സ്ഥാപനങ്ങളുടെ നവീകരണവുമായി ബന്ധപ്പെട്ടാണ്. പ്രയോജനജാലവാദികൾ എന്ന് പറയുന്നത് യൂട്ടിലിറ്റേറിയൻസ് ആണ്. ലേസിസ് ഫെയർ പ്രത്യയശാസ്ത്രത്തിന്റെ അനുകൂലികളായിരുന്നു. സാമ്പത്തിക വികസനത്തിനു വേണ്ടിയുള്ള ഏത് പ്രവർത്തനത്തിലും സ്റ്റേറ്റ് ഇടപെടലിനെ അവർ സമൂലം എതിർത്തു. ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതിന് വിപണന ശക്തികളെ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പ്രവണതയാണ് അവർ കാട്ടിയത്. കാർഷിക മേഖലയിലോ വ്യവസായത്തെ വളർത്തുന്ന അവർ യാതൊന്നും ചെയ്തില്ല. ലേസിസ് ഫെയർ രീതി ഇംഗ്ലണ്ടിനേക്കാൾ ഇന്ത്യൻ സിവിൽ സർവീസിനെയാണ് സ്വാധീനിച്ചത്. ആ പ്രവണത 1920ന്റെ അവസാനം വരെ ശക്തമായി നിലനിന്നിരുന്നു. ഈ സിദ്ധാന്ത പ്രകാരമുള്ള ഭരണം കാര്യപ്രാപ്തിയുള്ളതും അഴിമതിയില്ലാത്തതുമായിരുന്നു. സ്റ്റേറ്റ് സംവിധാനത്തിന് ഒരു കാവൽക്കാരന്റെ ചുമതല മാത്രമായിരുന്നു. മിലിറ്ററി, നീതി, പോലീസ് തുടങ്ങിയവയ്ക്ക് വേണ്ടി ചെറിയ തോതിലുള്ള ചെലവഴിക്കലേ നടത്തിയുള്ളൂ. 3% താഴെ മാത്രമാണ് കാർഷിക മേഖലയ്ക്ക് വേണ്ടി ചെലവിട്ടത്. ഇന്ത്യയെ പാശ്ചാത്യവൽക്കരിക്കുന്നതിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ചെയ്ത പ്രധാന കാര്യം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ആരംഭമാണ്. 1835 മെക്കാളെ ബ്രിട്ടീഷ് വിദ്യാഭ്യാസ നയങ്ങളെ കാര്യമായി സ്വാധീനിച്ചു. ഇന്ത്യൻ നാഗരികതയുടെ മേലുള്ള വെസ്റ്റേൺ റേഷണലിസ്റ്റ് സമീപത്തിന് ഉദാഹരണമാണ്. ബ്രിട്ടീഷുകാർ അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് മുഗളന്മാരുടെ കാലത്ത് കൊട്ടാര ഭാഷ പേർഷ്യനായിരുന്നു. മുസ്ലിം ജനങ്ങൾ ഉറുദുവും അതുപോലെ അറബിക്, സംസ്കൃതം എന്നിവയുടെ സങ്കര രൂപവും ഉപയോഗിച്ചിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മതപരവും അറബിക്, സംസ്കൃതം എന്നിവയിലുള്ള അറിവിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. കമ്പനി കൽക്കട്ട മദ്രസക്കും ബനാറസിലെ സംസ്കൃത കോളേജിനും സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. 1782-1795 കാലഘട്ടത്തിലെ ഗവർണർ ജനറലായിരുന്ന വാറൻ ഹേസ്റ്റിംഗ് സംസ്കൃതവും പേർഷ്യൻ ഭാഷയും പഠിച്ചു. സർ വില്യം ജോൺസ് ഒട്ടേറെ സംസ്കൃത സാഹിത്യങ്ങൾ തർജ്ജമ ചെയ്യുകയും 1785 ഏഷ്യാനിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന സംഘടന സ്ഥാപിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ ലേസിസ് ഫെയർ, വെസ്റ്റേൺ റേഷണലിസം തുടങ്ങിയ ചില പ്രത്യയശാസ്ത്രങ്ങളാണ് കോളനിവൽക്കരണ കാലത്ത് ഇവിടെ പ്രായോഗികമായത്. രണ്ടാമത്തെ ചോദ്യം, ഹൈലൈറ്റ് ദി കൊളോണിയൽ അപ്പാർട്ടസ്. കൊളോണിയൽ സംവിധാനത്തെ എടുത്തു കാട്ടാനാണ്. കോൺവാലിസ് പ്രഭു കമ്പനി ജോലിക്കാരുടെ സമൂഹം രൂപപ്പെടുത്തി അവർക്ക് ഉദാരമായ വേതനം നൽകപ്പെട്ടു. എന്നാൽ വ്യക്തിപരമായ വ്യാപാരമോ ഉൽപാദനമോ അവർക്ക് അനുവദിക്കപ്പെട്ടിരുന്നില്ല. കൃത്യമായ പ്രൊമോഷൻ, പെൻഷൻ എന്നിവ അവർ അനുവദിക്കപ്പെട്ടിരുന്നു. ഉന്നത സ്ഥാപനങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരായ കമ്പനി ജോലിക്കാരെ ഒഴിവാക്കിയിരുന്നു. അവ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി നീക്കിവെക്കപ്പെട്ടായിരുന്നു.
കോൺവാലിസ് ബംഗാളിന്റെ ഓരോ ജില്ലകളിലും മജിസ്ട്രേറ്റർമാർ, നികുതി പിരിവുമാർ, ജഡ്ജിമാർ എന്നിവരെ നിലനിർത്തിയിരുന്നു. 1806 മുതൽ കമ്പനി അതിന്റെ പുതിയ ജീവനക്കാർക്ക് ലണ്ടനടുത്തുള്ള ഹെയ്ലിബറി കോളേജിൽ പ്രത്യയശാസ്ത്ര പരിശീലനം നൽകിപ്പോയി. നിയമനത്തിന് വ്യവസ്ഥാപരമായ പ്രത്യേക സംവിധാനം ഉണ്ടായിരുന്നു. 1833 ശേഷം മത്സര പരീക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് കമ്പനി ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുത്തത്. 1853 ശേഷം യോഗ്യത അടിസ്ഥാനത്തിലായിരുന്നു ഉദ്യോഗസ്ഥരുടെ തെരഞ്ഞെടുപ്പ്. ഏത് ബ്രിട്ടീഷ് ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷയിൽ പങ്കെടുക്കാമായിരുന്നു. ചൈനീസ് മാതൃകയെ അനുകരിച്ചുള്ളായിരുന്നു മത്സര പരീക്ഷ. ഇന്ത്യൻ സിവിൽ സർവീസ് ഉയർന്ന വേതനത്തോടെ കൂടിയാണ്. ഇംഗ്ലണ്ടിൽ ഒരു ഉദ്യോഗസ്ഥന് ഉള്ളതിനേക്കാൾ രാഷ്ട്രീയ അധികാരം ഇന്ത്യയിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് അനുവദിച്ചു. 1829 ജില്ലകളുടെ സ്ഥാപനത്തോടെ സിവിൽ സർവീസ് ഒന്നുകൂടി ശക്തിപ്പെട്ടു. ഓരോ ജില്ലകളിലും നിയമിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് പൂർണ്ണമായ ഏകാധിപത്യ അധികാരം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് റവന്യൂ കളക്ടർ, ജഡ്ജി, പോലീസ് മേധാവി എന്നീ നിലകളിൽ പൂർണ്ണ അധികാരം ഉണ്ടായിരുന്നു. ഈ സംവിധാനം പിന്നീട് ബ്രിട്ടീഷ് സാമ്രാജ്യ ഭരണത്തിന്റെ മൂലക്കല്ലായി മാറി. ഒരു ഭൂതാക ചോദ്യം, മെൻഷൻ ദി ചേഞ്ചസ് അണ്ടർ കൊളോണിയൽ സ്റ്റേറ്റ് ആണ്. കൊളോണിയൽ സ്റ്റേറ്റിന് കീഴിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ സമൂഹത്തിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രധാന മാറ്റം സമൂഹത്തിന്റെ മുകൾ തട്ടിലായിരുന്നു. ഇന്ത്യയിൽ അതുവരെ ഉണ്ടായിരുന്ന ഉപയോഗശൂന്യമായിരുന്ന യുദ്ധപ്രഭു വർഗത്തെ മാറ്റി നിയമവും ക്രമവും നടപ്പിലാക്കാൻ കഴിവുള്ള ഉദ്യോഗസ്ഥ സൈന്യ സംവിധാനം കൊണ്ടുവന്നു. നികുതി സംബന്ധമായ കാര്യങ്ങളിലും അതുപോലെ ഭൂപ്രഭുക്കന്മാർക്കും മുതലാളിത്ത വർഗത്തിനും പുതിയ ഉദ്യോഗസ്ഥ വൃന്ദത്തിനും ദേശീയ ഉൽപ്പന്നത്തിനുമുള്ള വലിയ പങ്കിനും അയവരുത്തി. ഈ ഉന്നത വർഗത്തിന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗം ബ്രിട്ടനിലേക്കും ബാക്കി ഇന്ത്യയിലേക്കും ചെലവഴിക്കപ്പെട്ടു. റെയിൽവേ, ജലസേചനം തുടങ്ങിയ മേഖലകൾ ഗവൺമെന്റ് നേരിട്ട് തന്നെ ഉൽപാദന നിക്ഷേപം നടത്തി. ഇതിന്റെ ഫലമായി കാർഷിക വ്യാവസായിക മേഖലകളിൽ കാര്യക്ഷമമായ വളർച്ച ഉണ്ടായി. പുതിയ പ്രമാണി വർഗം ഇംഗ്ലീഷ് ഭാഷയും ഇംഗ്ലീഷ് സ്കൂളുകളും പ്രയോജനപ്പെടുത്തി. പാശ്ചാത്യ രീതിയിലുള്ള ജീവിത രീതി സ്വീകരിച്ചു. പുതിയ പട്ടണങ്ങളും നഗരങ്ങളും വക്കീലന്മാർ, ഡോക്ടേഴ്സ്, അധ്യാപകർ, ജേർണലിസ്റ്റുകൾ, ബിസിനസ്സുകാർ എന്നിവരാണ് പ്രധാനമായി ഉൾക്കൊണ്ടിരുന്നത്. ഈ വിഭാഗങ്ങൾക്കിടയിൽ പഴയ ജാതിക്കാരായ വിലക്കുകൾ ഉണ്ടായിരുന്നു. അതുപോലെ ഇത്തരം സമൂഹങ്ങളിൽ സാമൂഹ്യ ചലനാത്മക വർദ്ധിച്ചു. വില്ലേജ് സമൂഹങ്ങളിൽ ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, കൂട്ടുകുടുംബ സംവിധാനം, കാർഷികോൽപാദന വിദ്യകൾ എന്നിവയിൽ കാര്യക്ഷമമായ മാറ്റങ്ങൾ ഉണ്ടായില്ല. സാമ്പത്തിക സാമൂഹിക വികസനത്തിൽ ബ്രിട്ടീഷ് സ്വാധീനം പരിമിതമായിരുന്നു. മൊത്ത ഉൽപാദനവും ജനസംഖ്യ ക്രമാനുഗതമായി വളർന്നെങ്കിലും ആളോഹരി വരുമാനം കുറവായിരുന്നു. നാലാമത്തെ ചോദ്യം, റൈറ്റ് ദി വ്യൂ ഓഫ് മാക്കോളെ. മെക്കോളയുടെ ആശയങ്ങൾ എഴുതുക. പൊതുവിദ്യാഭ്യാസ ജനറൽ കമ്മിറ്റിയുടെ പ്രസിഡന്റായ മെക്കോളയും ഗവർണർ ജനറൽ ബെന്റിക് പ്രഭുവും ആംഗലേയവാദികളുടെ പക്ഷം ചേർന്നു. ഇന്ത്യക്കാർ പിന്നോക്കാവസ്ഥയിൽ കിടക്കുന്ന ഒരു വർഗമാണെന്നും ഇംഗ്ലീഷ് ഭാഷ മാധ്യമമായി നൽകുന്ന പാശ്ചാത്യ വിദ്യാഭ്യാസം മാത്രമാണ് ഇതിനൊരു പരിഹാരമെന്നാണ് ആംഗലേയവാദികൾ വിശ്വസിക്കുന്നത്. ഇനി അങ്ങോട്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മഹത്തായ ലക്ഷ്യം ഇന്ത്യക്കാർക്കിടയിൽ യൂറോപ്യൻ സാഹിത്യവും ശാസ്ത്രവും പ്രചരിപ്പിക്കലാണ്. ഇത് ബെന്റിക് പ്രഭു പ്രഖ്യാപിച്ചു. 1835 ഫെബ്രുവരി 2 മെക്കാളയുടെ പ്രസിദ്ധമായ മിനിസിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രീതിയുടെ പ്രയോജനത്തെ ചോദ്യം ചെയ്തു. ഇന്ത്യക്കാർക്ക് വേണ്ടത് ഇംഗ്ലീഷ് പഠനമായിരുന്നു അദ്ദേഹം പറഞ്ഞു. നിറത്തിലും ചോരയിലും ഇന്ത്യക്കാരായിരുന്നു, അഭിരുചിയിലും മൂല്യങ്ങളും ചിന്തയിലും ഇംഗ്ലീഷുകാരായിരുന്ന പുതിയൊരു വർഗത്തെ സൃഷ്ടിക്കലാണ് വിദ്യാഭ്യാസ ലക്ഷ്യം. രാജാറാം മോഹൻ റോയെ പോലുള്ള പ്രമുഖരായ പല ഇന്ത്യക്കാരും പാശ്ചാത്യ വിദ്യാഭ്യാസ രീതിയെ ശക്തമായി പിന്താങ്ങിയെന്നതാണ്. ഓക്കെ, ഇതോടെ ചാപ്റ്റർ കഴിഞ്ഞു. നമുക്കിതിൽ മൾട്ടിപ്പിൾ ചോയ്സിന്റെ ആവശ്യം വരുന്നില്ല. എന്തെങ്കിലും സംശയം ചോദിക്കാം. എല്ലാ ആവശ്യത്തിന്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. മലയാളത്തിലുള്ള ഗൈഡുകൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് നൽകുമ്പോൾ നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിലാണ് നമ്മൾ ക്ലാസ് നൽകുന്നത്. അഡ്മിഷൻ എടുക്കുന്നത് എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ മൊബൈലിൽ ഓൺലൈനായി പരീക്ഷ എഴുതാൻ പറ്റുന്ന ബോസ് എഡ്യൂക്കേഷൻ SSLC +2 ഈ മാർച്ചിലേക്കുള്ള അഡ്മിഷൻ നൽകുന്നുണ്ട്. 3 മാസം കൊണ്ടും 6 മാസം കൊണ്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നമ്മുടെ സ്ഥാപനത്തിൽ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് അഡ്മിഷൻ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.